മൂത്ത കുട്ടികൾ അതിന്റെ പേരിൽ വല്ലാണ്ട് വിഷമം ഉണ്ടാവുന്ന അവസ്ഥയിലേക്ക് ആ കുട്ടികൾ മാറും. ഒന്നിൽ കൂടുതൽ മക്കളുള്ള മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ മൂത്ത കുട്ടി പലപ്പോഴും 2 വയസ്സിന് 3 വയസ്സിന് ശേഷമായിരിക്കും അടുത്ത കുട്ടി ഉണ്ടാവുന്നത്. സോ അടുത്ത കുട്ടി ഉണ്ടായാൽ ആ മൂത്ത കുട്ടിയായി നമ്മൾ അവരെ പരിഗണിച്ചു അല്ലെ, അവരെ മാറ്റിയെടുത്തു. നോക്കുകയാണെങ്കിൽ അവര് അപ്പോഴും വെറും 3 വയസ്സുള്ള ചെറിയ കുട്ടിയാണ്. ഇനി അവർ കുറച്ചും മുതിർന്നു വന്നു, ഒരാൾക്ക് 5 വയസ്സ് മറ്റൊരാൾക്ക് 2 വയസ്സ്, ഇല്ലെങ്കിൽ ഒരാൾക്ക് 7 വയസ്സ് മറ്റൊരാൾക്ക് ഒരു 3 വയസ്സിന്റെ ഡിഫറൻസിൽ ഇത്തരം കുട്ടികൾ ഉണ്ടെങ്കിൽ നമ്മൾ അവരുടെ വഴക്കിനെ നമ്മൾ ഇടപെടാറുണ്ടല്ലേ. ആ വഴക്ക് കൂടുന്ന സമയത്ത് നമ്മൾ എപ്പോഴും കുറ്റപ്പെടുത്തുന്നത് മൂത്ത കുട്ടിയായിരിക്കും. പലപ്പോഴും മൂത്ത കുട്ടികൾ അതിന്റെ പേരിൽ വല്ലാണ്ട് വിഷമം ഉണ്ടാവുന്ന അവസ്ഥയിലേക്ക് ആ കുട്ടികൾ മാറും. അങ്ങനെ അവരുടെ കാര്യങ്ങളിൽ കഴിയുന്നതും നമ്മൾ ഇടപെടാതിരിക്കലാണ്. അവര് തമ്മിലുള്ള വഴക്ക് അവര് തന്നെ അവസാനിപ്പിച്ചോട്ടെ എന്ന് കരുതലാണ് നല്ലത്. ഇല്ലെങ്കിൽ നീതിയുടെ പക്ഷത്ത്, ന്യായത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് നമ്മൾ ഇടപെടുക. ഇല്ലെങ്കിൽ നമ്മൾ ആ വിഷയത്തിൽ ഇടപെടാതെ ഇരിക്കലാണ് വേണ്ടത്. പലപ്പോഴും സംഭവിക്കുന്നത് മൂത്ത കുട്ടികളെ കുറ്റപ്പെടുത്തി മൂത്ത കുട്ടികളെ കുറ്റക്കാരാക്കി നമ്മൾ ചെയ്യുന്ന ഒരു രീതിയാണ്. അത് ഒഴിവാക്കുക. അവരുടെ മനസ്സിനുണ്ടാവുന്ന വിഷമം നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഭാവിയുള്ള തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയും. ഇനി മറ്റൊരു വീഡിയോയുമായി കാണാം. ഓക്കെ, ബൈ.